അല്ലാഹുവേ, ലോകത്താദ്യമായിട്ട് വിവാഹം നടന്നത് എവിടെ വെച്ചാണ്? പഠിക്കണം ചെറുപ്പക്കാരാ, ലോകത്താദ്യമായിട്ട് വിവാഹം നടന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ചാ. ആദം നബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് വിവാഹം കഴിച്ചത് ദുനിയാവിൽ വെച്ചല്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ചാട്. ഇനി അവസാനത്തെ വിവാഹം എവിടെയാണ് നടക്കുന്നത്? ഈ ഭൂമിയിൽ അവസാനത്തെ വിവാഹം എവിടെ വെച്ചാണ് നടക്കുന്നത്? അതും സ്വർഗത്തിൽ വെച്ച് തന്നെയാ നടക്കുന്നത്. ആരാ വിവാഹം കഴിക്കുന്നത്? ആരെയാണ് വിവാഹം കഴിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹദി ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹാ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ഇവരെ രണ്ടുപേരെയും വിവാഹം കഴിക്കുന്നത് സ്വർഗത്തിൽ വെച്ചാ. അപ്പൊ ആദ്യത്തെ വിവാഹം നടന്നതും സ്വർഗത്തിലാണ്, അവസാനത്തെ വിവാഹം നടക്കുന്നത് സ്വർഗത്തിലാ. സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരു അമലാണ് നിക്കാഹ്. ും ബാക്കിയുള്ളതൊക്കെ പുറത്താണ്. എങ്കിലും സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ഏക കാര്യം നിക്കാഹാണ്. അതുകൊണ്ടാണ് നിക്കാഹിന് പങ്കെടുത്തവർക്ക് ഇബാദത്തിന്റെ കൂലി കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ചെറുപ്പക്കാരാ, വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാണ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് നിക്കാഹ് നടത്തേണ്ടത്. അപ്പൊ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലവേദാ? അത് അല്ലാഹുവിന്റെ പള്ളികളാണ്, അല്ലാഹുവിന്റെ പള്ളികളാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് വേണം നിക്കാഹ് നടത്താ. അത് പള്ളിയിൽ വെച്ച് വേണം നിക്കാഹ് നടത്താൻ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം ഇതാണ്. ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ച്. ആദം നബി ഹവ്വാ ബീവിയെ കെട്ടി. ഇനി അവസാനത്തെ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസിയ ബീവിയെയും മറിയം ബീവിയെ കഴിക്കും സ്വർഗത്തിൽ വെച്ച്. അപ്പൊ രണ്ട് നിക്കാഹ് നടക്കേണ്ടത് എവിടെ വെച്ച്? നിന്റെ വീട്ടിൽ പന്തലൊക്കെ കെട്ടി തങ്ങന്മാരെയും ഉസ്താദന്മാരെയും വിളിച്ച് വീട്ടിൽ കൊണ്ടിരുത്തിയിട്ടല്ല, അത് അള്ളാന്റെ പള്ളിക്കകത്ത് വെച്ച് നടത്തണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. എവിടെ വെച്ച് നടത്തണം? എവിടെ വെച്ച്? പള്ളി വെച്ച്. എടാ, പള്ളി വെച്ച് നിക്കാഹ് നടത്തിയ തലതിരിഞ്ഞവന്മാരൊന്നും വരൂല, നല്ലത് മാത്രമേ വരൂ. അത് പഠിക്കണ്ടേ? വിവാഹം എവിടെ വെച്ച്? അള്ളാന്റെ പള്ളി വെച്ച് നടത്തി നോക്ക്. നിക്കാഹ് പടച്ചവന്റെ പള്ളിക്കകത്ത് പടച്ചവനെ നടത്തി നോക്ക്. അവിടെ വരുന്നവര് നല്ലവരെ വരൂ. ഈ പടക്കം പൊട്ടിക്കുന്നവനും അമുട്ട് പൊട്ടിക്കുന്നവനും അവിടെ വരൂലല്ലോ. അവിടെ അനാചാരവും വിളിയും കൂവലും ബഹളമൊന്നുമില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, രണ്ട് വിവാഹം നടത്തേണ്ടത് എവിടെ വെച്ചാണ്? അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വെച്ചാണ് നിക്കാഹ് നടത്തേണ്ടത്. പക്ഷേ ഇന്നത്തെ നിക്കാഹിന്റെ വേദികളെ കുറിച്ച് പറഞ്ഞാൽ നാവിന് തന്നെ നാണക്കേടാണ്. ഇന്നത്തെ വിവാഹത്തെ കുറിച്ച് ഈ സമുദായം കാണിക്കുന്ന പേക്കൂത്തുകളെ കുറിച്ച് പറയാ കഴിയില്ലല്ലോ. അല്ലാഹുവേ, എന്തെല്ലാം അനാചാരങ്ങളാണ്, എന്തെല്ലാം പേക്കൂത്തുകളാണ്. ഒരെണ്ണത്തിനും വിവരമില്ലാത്ത രീതിയിൽ അല്ലാഹുവേ, ഈ മുസ്ലിം സമുദായമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വിഭാഗം ഇതുപോലെ കാണിക്കുമോ? അല്ലാഹുവേ, ബൈക്ക് റാലി നടത്തുന്നവര്, ആനയുടെ മുകളിൽ കയറുന്നവര്, JCBക്കകത്ത് കയറുന്നവര്, റോഡിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലാഹുവേ പ്രകടനം നടത്തുന്നവര്, ചെണ്ടമേളവും നടത്തി. ആണും പെണ്ണും കണക്കാണല്ലോ, അതിനകത്തുമുണ്ടാകുമല്ലോ ചില പെണ്ണുങ്ങള്. അല്ലാഹുവേ, എന്തൊക്കെയാ സഹിക്കാൻ കഴിയൂല. മുസ്ലിം പെണ്ണുങ്ങള് കാണിക്കുന്ന ഈ രംഗം കണ്ടാൽ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത രംഗമാ. എങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, നിന്നോട് സ്നേഹം കൊണ്ട് പറയുകയാ, ഇതിനകത്തിരിക്കുന്ന ചെറുപ്പക്കാരോട്, എടാ, പടക്കം പൊട്ടിക്കേണ്ടവനും ആഘോഷിക്കേണ്ടവനും വിവാഹത്തിന്റെ അന്നത്തോടെ പോകുമടാ. പിന്നെ ഒരു ജീവിതമുണ്ടടാ. മരിക്കുന്ന കാലം വരെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നിനക്കൊരുപാട് കരയേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? റോഡിൽ കിടക്കുന്ന ഒരു കല്ല് മാറ്റിയിട്ടാ സ്വർഗമുണ്ട്. റോഡിൽ കിടക്കുന്ന ഒരു കല്ല്, ആ കല്ലെടുത്ത് മാറ്റിക്കളഞ്ഞ സ്വർഗമുണ്ട്. പക്ഷേ നിന്റെ വിവാഹത്തിന്റെ അന്ന് നടക്കുന്നതെന്താണ്? വിവാഹത്തിന്റെ തലേ ദിവസം നടക്കുന്നതെന്താണ്? എവിടെയാ നമസ്കാരമുള്ളത്? പടച്ചവരെ, പാതിരാത്രി 12 മണി വരെ ആഘോഷമാണല്ലോ. നാട്ടുകാരെ മുഴുവനും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പാതിരാത്രി 12 മണി വരെ കിടന്ന ആഘോഷമാണ്. അത് കിടന്നുറങ്ങുകയാണ്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, ഒരു ദിവസം നീ വിവാഹം കഴിക്കരുത്.
ഒരു ദിവസം നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കരുത്, ഒരു ദിവസം നീ നിക്കാഹ് നടത്തരുത്. ഏത് ദിവസമെന്നറിയോ? ഏത് ദിവസമെന്നറിയോ? സുബഹി നമസ്കരിക്കാത്ത ദിവസം. ചെറുപ്പക്കാരാ, പെണ്ണ് കെട്ടല്ലേടാ. സുബഹി നമസ്കരിക്കാത്ത വാപ്പാ, നിന്റെ മകളെ കൈപിടിച്ച് കൊടുക്കല്ലേ, നേരെയാകൂല. ഞാൻ പറഞ്ഞതല്ല, മുത്തുനബിയാണ് പറഞ്ഞത്. അതുകൊണ്ട് കല്യാണ പയ്യനോടും പെണ്ണിനോടും എനിക്ക് പറയാറുള്ളത്, വിവാഹത്തിന്റെ തലേ ദിവസം വരുന്നവര് നിന്റെ കൂട്ടുകാരല്ല. അല്ലാഹുവേ, അന്നത്തെ ദിവസം നിന്റെ കൂട്ടുകാരന്റെ രൂപത്തില് ഇബ്ലീസ് നിന്റെ കൂടെ കൂടുകയാണ്. ഇബ്ലീസ് നിന്റെ കൂടെ കൂടുകയാണ്. അടാ, രാത്രി 2 മണി വരെ ആഘോഷമാണ്. എന്നിട്ട് എവിടെയെങ്കിലും പോയി വിവരമില്ലാതെ ബോധമില്ലാതെ കിടന്നുറങ്ങി. അവസാനം 6 മണിയായി. 6 മണിയായി. പടച്ചവരെ, ശൈത്താൻ എളുപ്പമാണല്ലോ. 6 മണിയായി, 6:30 ഉമ്മ വന്ന് വിളിക്കുന്നു, മോനെ ഇന്ന് നിന്റെ കല്യാണമാടാ, എഴുന്നേക്കടാ. സുബഹി നമസ്കരിച്ചിട്ടില്ല. പോയടാ ചെറുപ്പക്കാരാ, ജീവിതകാലം മുഴുവനും കണ്ണുനീരാടാ. സമാധാനമുള്ള ഒരു ജീവിതമില്ല. സുബഹി നമസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താൽ അതിൽ പറകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൊതി വേണമടാ. കെട്ടുന്ന പെണ്ണെങ്ങനെ ഇരിക്കണമെന്നറിയോ? കെട്ടുന്ന പെണ്ണെങ്ങനെ ഇരിക്കണമെന്നറിയോ? മോനെ, ഇതുപോലെ ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ തലകുത്തി നിൽക്കണം ചെറുപ്പക്കാരാ. അതിന് വല്ല പുണ്യവും ചെയ്യണം ചെറുപ്പക്കാരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഈ നാട്ടിലെ പെമ്മക്കളോട് എനിക്ക് പറയാറുള്ളത്, നിനക്ക് സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? നിനക്ക് ഞാൻ പറഞ്ഞു തരാ. അതുപോലെ ആകടി പൊന്നുമോള്. മഹാനായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കല്യാണം കഴിഞ്ഞു. അലിയാര് തങ്ങളുടെ നരമ്പുകളും പ്രവർത്തിക്കുന്നു. എന്നാ പ്രസവം കഴിഞ്ഞ് 40 ദിവസം പിന്നെ ആഘോഷമാണല്ലോ അല്ലേ? ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ വേദനയൊക്കെ തന്നെ, പക്ഷെ 40 ദിവസം നല്ല തീറ്റി, ശരീരം ഒന്നും അനങ്ങാതെ ഇങ്ങനെ സുഖം. അതുപോലെ തന്നെയാണ് പിന്നെ ശരീരത്തിലെ നരമ്പുകളൊക്കെ വർക്ക് ചെയ്യണ രണ്ടാമത്തെ പ്രസംഗിക്കുന്ന സമയം ഒരാളുടെ ശരീരത്തിലെ എല്ലാ നാഡീ നരമ്പുകളേ ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? അലിയാര് തങ്ങളെ പറഞ്ഞില്ല, ഞാൻ അതിനല്ല കരയുന്നത്. അലിയെ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണീ മക്കത്തുണ്ടോ? അല്ലാഹുവേ, ഓർമ്മ വന്നത് ഈ മണിയറക്കകത്തെ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് 6 അടി മണ്ണ് ഓർമ്മ വന്നു. അല്ലാഹുവേ, അത് ഓർത്തിട്ട് കരഞ്ഞു പോയതാണ്. മണിയറക്കകത്തേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മണിയറക്കകത്ത് ഏത് പുതിയ പടയാ ചോദിക്കുന്നത്? വിവാഹം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു മണിയറക്കകത്ത് കയറുമ്പോ, പെണ്ണെ ഇന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് ളുഹർ നമസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് അസറും മഗ്രിബും ഇശായും നമസ്കരിച്ചിട്ടുണ്ടോ? ഏത് ഭർത്താവാ ചോദിക്കുക? ഏത് പെണ്ണാ ചോദിക്കുക? കെട്ടിയവനോട് ചോദിക്കണം, ഇന്ന് നീ സുബഹി നമസ്കരിച്ചിട്ടുണ്ടോടാ? അവളാണ് ഈമാനുള്ള പെണ്ണ്. ചിരിക്കുന്ന മുഖത്തോടെ ഭർത്താവ് വീടിന്റെ അകത്ത് മണിയറക്കകത്ത് വന്നപ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അലിയെ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. എവിടെയാണ് ഒരുക്കേണ്ടതെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയെ, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. ഇവിടെ ഒരുക്കാൻ ആരെ കൊണ്ടും പറ്റും, ഇവിടെ മണിയറ ഒരുക്കാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷേ മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുമോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പിടിമണ്ണ് വാരിയെറിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന 1ാമത്തെ രാത്രി ഉണ്ടല്ലോ, ആ ഖബറിന്റെ അകത്തല്ലേ മണിയറ ഒരുക്കേണ്ടത്. അവിടെയാണ് സ്വർഗത്തിന്റെ കവാടം തുറക്കേണ്ടത്, അവിടെയാണ് സ്വർഗത്തിലെ വിരിപ്പ് വിരിക്കേണ്ടത്, അവിടെയാണ് സ്വർഗത്തിന്റെ പരിമളമടിച്ചു വീശേണ്ടത്, അവിടെയാണ് ചെയ്ത അമലുകൾ കൂട്ടായി വരേണ്ടത്. അതുകൊണ്ട് അലിയേ, ഇന്ന് രാത്രി നമുക്ക് ഇബാദത്ത് ചെയ്യാം.
നമുക്ക് രണ്ടുപേർക്കും കൂടെ മണ്ണറ മണിയറയാക്കാ, നമുക്ക് രണ്ടുപേർക്ക് കൂടെ ഇബാദത്ത് ചെയ്യാ. പെങ്ങളെ, അതാ ഭർത്താവിനെ കൊണ്ട് നിസ്കരിപ്പിച്ച ഭാര്യ, ഭർത്താവിനെ കൊണ്ട് ഭാര്യയും ഭർത്താവും മണിയറയുടെ ഒന്നാമത്തെ ആദിരാത്രി മണിയറയ്ക്കകത്ത് ഒന്നുപെടുത്ത നിസ്കരിച്ചിട്ട് കരയുകയാണ്. എന്തിനു വേണ്ടി? ഖബറ് മറിയയാക്കാ, ആ മണ്ണറ മണിയറയാക്കാ. പെങ്ങളെ, ഇവരിങ്ങനെയാ ജീവിച്ചത്. അവസാനം മരണസമയം അടുത്ത് വന്നപ്പോ അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് ഈ ഭാര്യ ചോദിക്കുന്നു, അലിയേ, ഞാൻ പോവുകയാണ് അലിയേ, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തം തരണേ. അലിയാര് തങ്ങള് കരയാൻ തുടങ്ങി. ഭാര്യ യാത്ര പറഞ്ഞപ്പോ ഭർത്താവ് കരയാൻ തുടങ്ങി. പെങ്ങളെ, മരിച്ചു കൊണ്ടുപോയി കബറടക്കി. എല്ലാവരും പിരിഞ്ഞു പോയി. അലിയാര് തങ്ങള് വീട്ടിൽ വന്നപ്പോ കിടക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല. അവസാനം അല്ലാഹുവേ, പാതിരാത്രി എഴുന്നേറ്റു. ജന്നത്തിൽ ബഖീല് ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നു. പാതിരാത്രി ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, അസ്സലാമു അലൈക യാ ഫാത്തിമ. ഖബറിന്റെ ചാരത്ത് നിന്നു സലാം പറഞ്ഞു. സലാം അടക്കുന്നില്ല. ആദാ അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്നോട് പിണങ്ങിയോ? ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് ചോദിക്കുന്നത് പോലെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഭാര്യയോട് ചോദിച്ച്, എന്നോട് പിണക്കമാണോ? പിണങ്ങല്ലേ ഫാത്തിമ, ഇത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയോ? എന്റെ സലാം മടക്കു ഫാത്തിമ. പെങ്ങളെ, ജീവിതമതാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, വിവാഹത്തിന്റെ അന്ന് നാട്ടുകാരുടെ മുഴുവനും പ്രാക്ക് വേടിച്ചാൽ, നാട്ടുകാര് മുഴുവനും നിന്നെ ശപിക്കുന്ന ദിവസം നിന്റെ വിവാഹ ദിവസമാ. എത്ര പേരെ ബുദ്ധിമുട്ടിക്കുന്നടാ, എന്തെല്ലാ പേക്കൂത്തുകൾ കാണിക്കുന്നടാ. ഈ ജനങ്ങളുടെ മുഴുവനും പ്രാക്ക് വാങ്ങിയ ദിവസം, നിന്നെ എല്ലാവരും ശപിച്ച ദിവസം, കുടുംബജീവിതം തുടങ്ങിയ നല്ല മക്കളെ കിട്ടുവോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വിവാഹപ്രായമെത്തിയ മക്കളെ, എത്ര വലിയ പണക്കാരന്റെ മകളാണെങ്കിലും എവിടെ വെച്ച് നിക്കാഹ് നടത്തണം? വാശി വേണമടാ. ഞാൻ അള്ളാന്റെ പള്ളിക്കകത്ത് വെച്ച് നിക്കാഹ് നടത്തൂ. 2 നല്ല മക്കളെ കിട്ടണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, നിന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണേ. അല്ലാഹുവേ, അതിനുള്ള ഈമാൻ നൽകണേ അല്ലാ. അപ്പൊ രണ്ടാമത്തെ കാര്യം, വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പെണ്ണ് കെട്ടാത്തവരൊക്കെ വേണമെങ്കിൽ നിയത്ത് ചെയ്തോ. എത്ര വലിയ അംബാനിയുടെ മോളാണെങ്കിലും പള്ളിക്കകത്ത് വെച്ച് നടത്തിയാൽ മതി. എങ്കിൽ നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. നിനക്ക് മലക്കുകളുടെയും എല്ലാവരുടെയും ദുആയും കിട്ടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2, 3 എല്ലാവരും കൂടെ കല്യാണമെല്ലാം കഴിഞ്ഞു. രാത്രി പടക്കം പൊട്ടിയിലൊക്കെ കഴിഞ്ഞു. 2 പേരെയും മണിയറയ്ക്കകത്തേക്ക് കയറ്റിവിട്ടു. അങ്ങനെ ഭാര്യയും ഭർത്താവും മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കേട്ടോ. മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിച്ചോ നല്ല മക്കളെ ഇങ്ങനെ പെട്ടെന്നങ്ങ് കിട്ടുമെന്ന്? എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? മണിയറയ്ക്കകത്ത് കയറിയിരുന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്ത് കയറിയിരുന്നിട്ട് ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണം? ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചാൽ പറയാം. പെണ്ണുമ്പിള്ളയുടെ തലയിൽ കൈവച്ചിട്ടൊരു ദുആ ചെയ്യണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും കൂടെ കയറി ഇരുന്നിട്ട് ദുആ ചെയ്യണം. എവിടെ ദുആ? ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് ദുആ ഇല്ലേ? അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാത്ത കാലമാണ്. കാരണം ചോദിക്കാനും പറയാനും ഒന്നുമില്ലല്ലോ. എല്ലാം നേരത്തെ ചോദിച്ചും പറഞ്ഞും വെച്ചിരിക്കുകയല്ലേ. ഉള്ള കാര്യം പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയ്ക്കും ഭർത്താവിനും ചോദിക്കാനില്ല. ഇവന്റെ അടിവസ്ത്രത്തിന്റെ അളവ് എത്രാന്ന് വെച്ചാൽ അവള് പറഞ്ഞു തരും. അത്രയ്ക്ക് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രായമുള്ളവർ ക്ഷമിക്കണം കേട്ടാ. കാരണം ഇത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ആലോചിക്കേ, സ്കൂളിൽ പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന മകളുടെ ഫോണിൽ ഒരു മിസ് കോള് കണ്ട നീ ചോദിക്കും, ആരാ? ഓ, എന്നെ അടിയെന്നറിയോ? എന്തിനാടി നീ അവന്റെ കൂടെ ബൈക്കിൽ കയറി പോയത് എന്ന് പറഞ്ഞിട്ട് മകളുടെ ഫോണിൽ ഒരു കോള് വന്ന, ഓ, അപ്പായും ഉമ്മായും കൂടപ്പുറപ്പിന്റെ ഒക്കെ ഈമാൻ കണ്ടാ വിചാരിക്കവൻ അള്ളാടെ അടുത്ത ആളാന്ന്. അത്രക്കിടിയാ
കെട്ടിയിട്ട് അടി, ഇനി പഠിക്കാൻ പോണ്ടടി, മുടിയൊക്കെ കുത്തിപ്പിടിച്ച് ഭിത്തിയിലൊക്കെ ഇടിക്കും. നല്ലതാട്ടാ, കുഴപ്പം. അല്ലെങ്കിൽ വന്ന് സ്വർണ്ണമൊക്കെ ഇട്ടു പോയി, ഇത്ര ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് ഇവൻ വീട്ടിൽ പോയിട്ട് രാത്രിയാകുമ്പോൾ അങ്ങോട്ട് വിളിക്കും ഉമ്മയുടെ ഫോണിൽ. ഉടനെ ഉമ്മ കൊണ്ടുപോകും, ഉമ്മ തന്നെ ഫോൺ കൊണ്ടുകൊടുക്കുന്ന, മോളെ നിന്നെ വിളിക്കുന്ന, വ്യഭിചരിച്ചോ. ഓ, അപ്പൊ ഈ തല്ലിയ വാപ്പ, ഈ അടിച്ച ഉമ്മ, സ്വന്തം മകള് നിക്കാഹ് കഴിക്കാത്തവന്റെ കൂടെ, അന്യമൻ തന്നെയല്ലേ. നിന്റെ മകളെ അവൻ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ, നിക്കാഹ് കഴിച്ചാലല്ലേ അവൻ ഭാര്യയാകത്തുള്ളൂ. പെണ്ണെ, നിന്റെ ഉമ്മ മിണ്ടൂല, കൂടപ്പറപ്പ് മിണ്ടൂല. വാപ്പ രാത്രി വഴുതു പറയാ, പെണ്ണും മകള് കാലിന്റെ മുകളിൽ കാലും കെട്ടിയിട്ട് തലകുത്തി നിന്ന് വഴുതു പറയണിട്ടാലും നീയൊന്നും മിണ്ടൂല. നിന്നെ ഒന്നും അള്ളാഹു വെറുതെ വിടത്തില്ല, കാത്തിരുന്നോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്വന്തം മക്കളെ വ്യഭിചരിക്കാൻ അനുവാദവും സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവളാ നീ. നിന്നെ വിടുവോ അല്ലാഹ്? നിന്നെ വിടുവോ? നിനക്കെന്തേ? എടാ, നിക്കാഹ് പോലും കഴിക്കണ്ട, കറങ്ങാൻ വിടും. നിക്കാഹ് പോലും കഴിക്കേണ്ട, കറങ്ങാൻ വിടാം. വന്ന് വിളിച്ച കൂടെ പോകാൻ, കുഴപ്പമില്ല. എന്തിനാ ഒരെണ്ണം വയറ്റും കൂടെ ആക്കി ബാക്കിക്ക് പിന്നെ ആവാല, നിക്കാഹ് പിന്നെയും കഴിക്കാല, അത് മാത്രം എന്തിനാ മാറ്റി വെക്കണേ? എടാ, നാണം വേണം എടാ ചെറുപ്പക്കാരാ. എടാ, കണ്ട വെള്ളം, ഒരു സ്വർണ്ണമാണ് നിന്റെ വില. ഒരു സ്വർണം കൊണ്ടിട്ട് വിളിച്ച ഫോൺ വിളി. ഞാൻ ഒരു കാര്യം പറയാം, ഒരിക്കലും ചെയ്യില്ല ചെറുപ്പക്കാരാ. ചെയ്ത ജീവിതത്തിൽ ഒരുപാട് കണ്ണുനീര് കുടിക്കേണ്ടി വരും. ഇരിക്കുന്ന ആണുങ്ങളോട്, പെണ്ണുങ്ങളോട് ഞാൻ പറയാ, വിവാഹത്തിന് മുമ്പ് ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചവരുടെ കൈ പിടിച്ചിട്ട്, കാലി പിടിച്ചിട്ട് ചോദിക്ക് എങ്ങനെ ചെയ്യേണ്ട ജീവിതമെന്ന്. കരച്ചിലല്ലാതെ വേറൊന്നും കാണൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം വാഴ്ന്ന് നേരത്തെ തന്നെ എല്ലാം ചോദിച്ചറിഞ്ഞു വെച്ചിരിക്കുകയല്ലേ, എന്തോ വിചാരിക്കണം. എല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക. ഇവരുടെ ജീവിതത്തിൽ എന്തർത്ഥം ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യയും ഭർത്താവും മണിയറയ്ക്കകത്ത് കയറിയ ആദ്യം ചെയ്യേണ്ടത് ദുആ ചെയ്യണം. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ അല്ലാഹുവേ മണിയറയ്ക്കകത്ത് 2 റക്അത്ത് നമസ്കരിക്കണം. എന്നിട്ട് ആ മണിയറയ്ക്കകത്തിരുന്ന് ദുആ ചെയ്യണം. അല്ലാഹുവേ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സാലിഹായ സന്താനങ്ങളെ തരണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള മക്കളെ തരണേ അല്ലാ. റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇങ്ങനെ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യണം. അല്ലാഹുവേ നല്ല മക്കളെത്താ, സാലിഹായ മക്കളെത്താ. അങ്ങനെ ദുആ ചെയ്ത മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകൂല. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം, മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം. സക്കരിയാ നബി ഉണ്ടല്ലോ, അല്ലാഹുവേ വയസ്സ് കുറയായി, മക്കളില്ലാതെ വന്നപ്പോ ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളറയിൽ മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, ചെറിയ പെണ്ണായ മറിയം ബീബി പള്ളിയുടെ മിഹ്റാബിന്റെ അകത്തിരുന്ന് അതാ പഴങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുമ്പോ സക്കരിയാ നബി ചോദിച്ചു, മറിയമേ, എവിടെ നിന്നാണ് ഈ പഴം കിട്ടിയത്? ഈ നാട്ടിൽ കിട്ടാത്ത പഴമാണല്ലോ, ഈ പഴത്തിന്റെ സീസണല്ലല്ലോ, പിന്നെ ആരാണ് നിനക്ക് പഴം തന്നത്? ആ സമയത്ത് പറഞ്ഞു, മറിയം ബീബി പറഞ്ഞു, അന്നാലകി ഹാദാ, അവിടെന്ന് പറഞ്ഞു, എനിക്ക് റബ്ബ് തന്നതാ, എനിക്ക് അല്ലാഹു തന്നതാ. സക്കരിയാ നബി അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ മക്കളെ തരണേ അല്ലാ. അവിടെന്ന് ദുആ ചെയ്തു, അവിടെന്ന് ദുആ ചെയ്തു. അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു, അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. ആ മകന് പേരിട്ടത് അല്ലാഹുവാ. ആ മകന് പേരിട്ടത് അല്ലാഹുവാ, യഹ്യാ നബി അലൈഹിസ്സലാം. അല്ലാഹുവേ, ചരിത്രമെടുത്ത് നോക്ക്. യഹ്യാ നബി അലൈഹിസ്സലാമിനെ കാണുന്നില്ല. 11 വയസ്സുള്ള പൊന്നുമോനെ കാണുന്നില്ല. വാപ്പ രാവിലെ മുതൽ തിരഞ്ഞു നടക്കുകയാണ്. അവസാനം തന്റെ മകനെ കാണാതെ വന്നപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് സക്കരിയാ നബി റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ വയസ്സാങ്കാലത്ത് കിട്ടിയ മകനാണ് റബ്ബേ, എനിക്കവനെ വേണമല്ലാ. അവിടെ പോയി ദുആ ചെയ്തു. അവസാനം തിരിച്ചു തന്റെ വീട്ടിലേക്ക് വരുമ്പോ പള്ളിപ്പറമ്പിൽ ഒരു തേങ്ങല് കേൾക്കുകയാ, ഖബർസ്ഥാനിൽ ഒരു കരച്ചില് കേൾക്കുകയാ.
സക്കരിയാ നബിക്ക് അത്ഭുതമായി. ആരാ പടച്ചവര്? ഈ പാതിരാത്രി പള്ളിപ്പറമ്പിലിരുന്ന് കരയുന്നതാരാട്? സക്കരിയാ നബി നടന്നു ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന ഒരു ഖബറിന്റെ അകത്തിരുന്നൊരു പൊന്നുമകന് കരയുകയാണ്. ആരാ കരയുന്നത്? ഇടിഞ്ഞു കിടക്കുന്ന ഖബറിന്റെ അകത്തിരുന്ന് കരയുന്ന മകനാരാ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ എന്ന് പറയുന്ന 11 വയസ്സുള്ള മകൻ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തിറങ്ങിയിരുന്ന് കരയുമ്പോ വാപ്പ ചോദിച്ച, മോനെ യഹ്യാ, എന്തിനാടാ കരയുന്നത്? എന്തിനാ ഖബറിന്റെ അകത്തിറങ്ങിയിരിക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാ, അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ വാപ്പാ. സക്കരിയാ നബി തളർന്നുപോയി. 11 വയസ്സുള്ള മകൻ പറയുകയോ, അവസാനം ഇതിനകത്തല്ലേ വന്ന് കിടക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കൾ എങ്ങനെയാണ്? അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മക്കളോ, അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മക്കളോ. അതുകൊണ്ട് പെങ്ങളെ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? വിവാഹം കഴിഞ്ഞ് മണിയറക്കകത്ത് കയറിയിട്ട് വിവാഹം കഴിഞ്ഞ് ഇനി ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പറയുന്നത്, എപ്പോഴും ദുആ ചെയ്തോ. മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയം എന്നാണ്. ഈസാ നബിയുടെ ഉമ്മയാണ്. ആ ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പക്ഷി തന്റെ വായ്ക്കകത്ത് ഭക്ഷണവുമായി പറന്നു വന്നു. തന്റെ കുഞ്ഞിന്റെ വായ്ക്കകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്ത് ബീവിക്ക് പ്രസവിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അവിടെ അല്ലാഹുവോട് ദുആ ചെയ്തു, റബ്ബേ, സ്വാലിഹായ സന്താനങ്ങളെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ, മണിയറക്കകത്തിരിക്കുന്ന ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം 2 റക്അത്ത് നിസ്കരിച്ച് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യണം. പരസ്പരം രണ്ടുപേരും കൂടെ മണിയറക്കകത്തിരുന്നിട്ട് അല്ലാഹുവോട് പറയണമല്ലാ, സാലിഹായ സന്താനങ്ങളെ തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വിശദീകരിക്കുന്നില്ല. നാലാമത്തെ കാര്യം എന്തെന്നറിയോ? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നീയത്ത് നന്നാക്കണേ. അത് വലിയ പ്രയോജനമുള്ള കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം നീയത്ത് നന്നാക്കണം. ഇതങ്ങനല്ല, കല്യാണം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്തിരിക്കുമ്പോൾ തന്നെ പെണ്ണുമ്പിള്ള പറയും, എനിക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് മക്കളെ മതി, എനിക്കിപ്പോഴെങ്കിലും പ്രസവിക്കാൻ വയ്യ, എനിക്ക് അടിച്ചു പൊളിക്കണം, ഇപ്പോഴെങ്കിലും വേണ്ട. അവസാനം പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ ഒന്നിനെ കിട്ടിയ ഡോക്ടർ പറയിരിപ്പോണ്ട് ഞാൻ തിരിച്ചു ഡോക്ടർ എത്തിക്കഴിഞ്ഞാൽ പോകാവട്ടെ, ഒരു സംശയം തീർക്കാണ്ട്. എന്റെ പ്രിയ, രണ്ടാമത്തെ കാര്യം, എന്തിനും ഒരു മര്യാദയാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും നേരെ ഇരി. ഉറങ്ങണ താത്തമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഉദാഹരണമുണ്ട്. എന്തിനും ഒരു മര്യാദയുണ്ട്. ആര് കഴിക്കും? ഉറക്കപ്പുറം ആര് കഴിക്കും? ശൈത്താൻ കഴിക്കും, ഇല്ലേ? കഴിക്കും. ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറയാതെ ബന്ധപ്പെട്ടാൽ ശൈത്താൻ കൂടും. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ നിന്ന് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ അവിടെ ശൈത്താൻ കൂടും. അവസാനം പിന്നെ ശൈത്താന്റെ മോനെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലേ? പിന്നെ ഉമ്മ തന്നെ ചോദിക്കുക, എന്താ ശൈത്താന്റെ സ്വഭാവം? കാരണം നീ തന്നെ പറയണമായിരുന്നു, നിന്റെ ജോലിയല്ലേ. ഒരു നല്ല കാര്യം ഏത് സമയത്തും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്നല്ലേ. അപ്പൊ നിങ്ങൾ കുടുംബ ജീവിതത്തിൽ പാലിക്കേണ്ട ഒന്നാമത്തെ കാര്യം ബിസ്മി പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2, ഭാര്യയുടെ ദുആ ചെയ്യണം. ഒരു ദുആയുണ്ട്. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ദുആയുണ്ട്. 3 പരസ്പരം നിങ്ങൾ ഔറത്ത് കാണാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും ഔറത്ത് കാണാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്റെ പെണ്ണുമ്പിള്ളയുടെ ശരീരം എനിക്കല്ലാതെ പിന്നെ ആർക്കുള്ളതാ? ചോദ്യതാ.
അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് 1 ബിസ്മി പറയണം, 1 ബിസ്മി പറയണം. 2 ദിവസം പടച്ച് എന്റെ പ്രിയമുള്ള സഹോദരൻ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ നീ ആദ്യം ചെയ്യേണ്ടത് എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നീ റബ്ബിനോട് ദുആ ചെയ്യണം മോനെ. അള്ളാഹുവേ, ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹ നല്ല മക്കളെ കിട്ടാ ദുആ ചെയ്തു. അവസാനം അവിടെന്ന് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ ഹന്നത്തു ബീബി അള്ളാഹിനോട് പറഞ്ഞതെന്തെന്നറിയോ? അള്ളാഹുവേ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നിന്റെ പള്ളിക്ക് ഞാൻ കൊടുത്തേക്കാമല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി പറയണോ നിർത്തണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്ക്. ശരി, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് അടികൊള്ളുന്നത് ചെണ്ട. പഴഞ്ചൊല്ലില്ലേ പഴങ്ക? പണം വാങ്ങുന്നത് തൊണ്ട പറ്റി വാഴ് പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം, കേൾക്കാൻ വന്നവർക്കൊക്കെ കട്ടൻ കാപ്പി. ശരി, അള്ളാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശരി, ഇത്തിരി കൂടെ കേട്ട് പ്രസവം വരെ പറയാം ഇൻഷാ അല്ലാഹ്. പ്രസവം വരെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം കേട്ടാ. എന്തായാലും പകുതി വെച്ചിട്ട് പോണേ ശരിയല്ലല്ലോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അങ്ങനെ പെണ്ണ് ഗർഭിണിയായി ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർമാര് പറയും അനങ്ങരുത്. ഡോക്ടറിനെ ഇരുത്തിയിട്ട് കൊല്ലല്ലേട്ടാ, എൻ്റെ അത് മനസ്സിലാവും. ഡോക്ടർമാര് പറയും റെസ്റ്റ് എടുക്കണം. പിന്നെ അല്ലാഹു അഅലം, പിന്നെ തലയിലും ഇല്ല കാലിലും ഇല്ല, കൊണ്ടുപോയിട്ട് ബെഡ്റൂമിൽ കൊണ്ട് കിടത്തിയിട്ട് പറയും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റാൽ മതി, എൻ്റെ മോൾ ഇവിടെ ഇരിക്കരുത്, എല്ലാം മുന്നിലെത്തും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രസവത്തിന് ശേഷമല്ല മക്കളെ നന്നാക്കേണ്ടത് കേട്ടോ. ഗർഭിണികൾ കേൾക്കണം, ഗർഭിണികളായ പെണ്ണുങ്ങൾ കേൾക്കണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിനക്ക് സമയം പോകാറില്ലല്ലോ. സമയം പോകാത്തത് കാരണം പടച്ചവനെ കുറെ നേരം മൊബൈലിൽ കുത്തും, പിന്നെ TV കണ്ടുകൊണ്ടിരിക്കും, സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണ് നിന്റെ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഗർഭിണിയായിരിക്കുന്ന സമയം ഒരു പെണ്ണ് പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സമയം ഗർഭിണിയായിരിക്കുന്ന സമയം. കാരണം നിന്റെ സ്വഭാവമായിരിക്കും നിന്റെ കുഞ്ഞിനുണ്ടാവുക. ഒരു പെണ്ണിന്റെ സ്വഭാവം 100-ൽ 75% സ്വഭാവവും നിന്റെ സ്വഭാവമായിരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വയറ്റിന്റെ അകത്ത് കിടക്കണ ചങ്ങാതി എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. നീ ഗർഭിണിയായിരിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ മൊബൈലിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ 1 വയസ്സുള്ള കുഞ്ഞിനെ പൊക്കുമ്പോ വാപ്പാടെ പോക്കറ്റിൽ നിന്ന് ഫോൺ പൊക്കിയിട്ടുണ്ടാകും, ഉറപ്പാ. നീ ഏറ്റവും കൂടുതൽ ടിവിയുടെ ഫ്രണ്ടിലാണ് സമയം ചെലവഴിച്ചതെങ്കിൽ കൊച്ചു ടിവിയുടെ മക്കളായി നിന്റെ മക്കൾ മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സംശയമുള്ള ഒരു ഡോക്ടറോട് ചോദിച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അങ്ങനല്ലേ ഡോക്ടർ? എന്താ ഡോക്ടർ? അങ്ങനല്ലേ? ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഏത് പൊടി കുഞ്ഞിനെ, കരയുന്ന ഏത് കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയാലും കുഞ്ഞിന്റെ കരച്ചിൽ മാറുവോ? നിങ്ങളോട് ചോദിക്കുന്നില്ല, മാറുവോ? ഏത് കരയുന്ന കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയാലും കുഞ്ഞുറങ്ങോ? കുഞ്ഞിന്റെ കരച്ചിൽ മാറുവോ? മാറും. ഇതാര് പഠിപ്പിച്ചു? ഏത് സ്കൂളിൽ നിന്നാ പഠിച്ചേ? ഏത് സ്കൂളിൽ നിന്നാ പഠിച്ചേ? മലക്ക് പഠിപ്പിച്ച? നീ പഠിപ്പിച്ച? ഇല്ലല്ലോ. ഏത് കുഞ്ഞിനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ആക്കിയാലും കുഞ്ഞിന്റെ കരച്ചിൽ മാറും. അതിന്റെ കാരണം എന്തെന്നറിയോ? ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞു, നിന്റെ വയറ്റിൽ വെള്ളമില്ല പറഞ്ഞില്ലേ? നിന്റെ വയറിന്റെ അകത്ത്, ഈ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് ഈ കുഞ്ഞിങ്ങനെ ആടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഉമ്മ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോ കുഞ്ഞുറങ്ങുന്നത്, കുഞ്ഞിന്റെ കരച്ചിൽ മാറുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ വയറ്റിന്റെ അകത്ത് ഇത് കടന്ന് അങ്ങനെ ആടുന്നത് പഠിക്കണമെങ്കിൽ ബുദ്ധി വേണ്ടേ? നിന്റെ വയറിന്റെ അകത്ത് കിടന്ന് നീ കടന്നപ്പോഴും ഈ കുഞ്ഞ് ആടി പഠിച്ചത് കൊണ്ടല്ലേ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോ കരച്ചിൽ നിർത്തിയത്, ഉറങ്ങിയത്. അത് മനസ്സിലാക്കാൻ കുഞ്ഞിന് പറ്റുമെങ്കിൽ നീ ബാക്കി ചെയ്യണ കാര്യമൊന്നും മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാ, ഗർഭിണിയായിരിക്കുന്ന സമയം, അതുകൊണ്ടാ പണ്ടുള്ള ഉമ്മമാര് പറഞ്ഞത് നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ.
നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഖുർആനോത്, നല്ല കാര്യങ്ങൾ ചെയ്യും. കാരണം എന്ത്? നിന്റെ വയറ്റിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിതൊക്കെ കാണുന്നുണ്ട്. നിന്റെ സ്വഭാവം നിന്റെ മക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ സൂക്ഷിക്കണേ എന്ന് പഴയ പ്രായമുള്ളവർ പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു, ശാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് നോക്ക്. പടച്ചവനെ, നമ്മുടെ മക്കളെ LKG-യിൽ വിടുന്ന പ്രായത്തിലാണ് അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചത്. ആ ഖുർആനിന്റെ അർത്ഥവും പഠിച്ചത്. മക്കളെ LKG-യിൽ വീടുന്ന സമയത്താണ് 5 വയസ്സിന്റെ പ്രായത്തില്. എങ്ങനെയാ ഖുർആൻ പഠിച്ചത്? ഉമ്മാടെ വയറ്റിൽ കിടന്ന് ഖുർആൻ കേട്ട് മോള്. ഗർഭിണിയായിരുന്ന സമയത്ത് ഉമ്മ ഒരുപാട് ഖുർആൻ ഓതിയതാണ്. വയറിന്റെ അകത്ത് കിടന്ന് ശാഫി റളിയല്ലാഹു തആല അൻഹു ഉമ്മ ഓതുന്ന ഖുർആൻ കേട്ട് വളർന്ന മകനാ. ആ മകനാണ് അല്ലാഹുവേ ചെറിയ പ്രായത്തിൽ ഹാഫിളായത്, ഖുർആനിന്റെ അർത്ഥങ്ങൾ പഠിച്ചത്, ഒരുപാട് ഹദീസുകൾ പഠിച്ചത്, ഒരു നാടിന്റെ മുഫ്തിയായി മാറിയതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാണ്, ഗർഭിണിയായിരിക്കുന്ന സമയം നീ സൂക്ഷിക്കണം പെണ്ണ്. നീ നിന്റെ ഭർത്താവിനോട് സംസാരിക്കുന്ന സമയം പോലെ സൂക്ഷ്മതയോടുകൂടി വേണം സംസാരിക്കാൻ. അതുകൊണ്ട് മക്കളെ നന്നാക്കണമെങ്കിൽ, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 6ാമത്തെ കാര്യം എന്തെന്നറിയോ? നീ ഗർഭിണിയായിരിക്കുന്ന സമയം നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന പെണ്ണിന്റെ അടുക്ക പോയിരുന്നിട്ട് ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട. അകത്തൊരുത്തം കിടന്ന് കേട്ടോണ്ട് കൂടെ കിടക്കുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. അപ്പൊ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് അവിടെ മുതലാ. ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ വേണം നീ നല്ലത് ചെയ്യാൻ. അപ്പം മുതൽ നിന്റെ മക്കളെ നന്നാക്കാൻ നീ തുടങ്ങണം. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. 9.5 മാസം കഴിഞ്ഞു നീ പ്രസവിച്ചു. 9.5 മാസം കഴിഞ്ഞു ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ത്? ബാങ്ക് കൊടുക്കണം, ഇക്കാമത്ത് കൊടുക്കണം. വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സൂറത്തുൽ ആൽ ഇംറാനിലെ ഒരു ആയത്ത് ഓതണം. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നാ അൻസൽനാ ഓതണം. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതെല്ലാം കഴിഞ്ഞു. കുഞ്ഞിന് മധുരം കൊടുക്കണം, കുഞ്ഞിന് തൊട്ടു കൊടുക്കണം. ആര് തൊട്ടു കൊടുക്കണം? ഇങ്ങനെ പഠിച്ചോ, കുഞ്ഞിന് തൊട്ടു കൊടുക്കണം. ആര് തൊട്ടു കൊടുക്കണം? ഇപ്പൊ ചോദിക്കും, ഈ തൊട്ടു കൊടുക്കലൊക്കെ ഉണ്ടോ ഉസ്താദ്? ഇതൊക്കെ പഴയതല്ലേ, പഴഞ്ചനല്ലേ? അല്ലടാ മോനെ. എന്റെ പ്രിയമുള്ളവരെ, തൊട്ടുകൊടുക്കുന്നത് വെറുതെയല്ല, അതിനകത്തൊരർത്ഥമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ ആരാടാ തൊട്ടുകൊടുത്തത്? ഇവൻ ആരാടാ തൊട്ടുകൊടുത്തത്? അത് അബൂബക്കറ. ഓന്റെ സ്വഭാവമല്ലേ കാണിക്കത്തുള്ളൂ. ചോദിക്കുവോ? വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് കുഞ്ഞിന് തൊട്ടുകൊടുക്കുന്ന ആളുടെ സ്വഭാവം ആ കുഞ്ഞിനുണ്ടാകും. അതുകൊണ്ട് നല്ലവരെ കൊണ്ടേ തൊട്ടുകൊടുപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. നല്ല ആൾക്കാരെ കൊണ്ട് വേണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകുമായിരുന്നു മധുരം കൊടുക്കാൻ. പ്രവാചകൻ തന്റെ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് മധുരം കൊടുക്കും. ചില പെണ്ണുങ്ങൾ പറയും, എന്റെ ഉപ്പാപ്പ കൊടുത്താൽ മതി. ഏത് ഉപ്പാപ്പ? മുറുക്കാനും മുറുക്കി കട്ടൻ വീടി അടിച്ചിട്ട് പള്ളിയിൽ പോലും കയറാത്ത മനുഷ്യനെ കൊണ്ട് തൊട്ടുപിടിപ്പിക്കും. അവസാനം അവൻ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനല്ല, നല്ലവരെ കൊണ്ടുവേണം തൊട്ടുപിടിപ്പിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ തൊട്ടുകൊടുക്കുന്ന മനുഷ്യന്റെ ഗുണം, ആ സ്വഭാവം ആ കുഞ്ഞിനുണ്ടാകുമെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തൊട്ടുകൊടുക്കുമ്പോ ഇനിയെങ്കിലും നേരെ ജപ കൊടുക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ തൊട്ടുകൊടുത്തു. അത് കഴിഞ്ഞാൽ കുഞ്ഞിന് പേരിടണം. കുഞ്ഞിന് പേരിടണം. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഡിക്ഷണറിയിലും യൂട്യൂബിലൊക്കെ കയറി, ഫേസ്ബുക്കിലൊക്കെ കയറി പേര് കണ്ടുവച്ചിരിക്കുക. എന്റെ പേര്? ഭർത്താവിന്റെ ഒരക്ഷരം, ഭാര്യയുടെ ഒരക്ഷരം. അതാ ഇന്നത്തെ ടൈം ടേബിൾ. എങ്ങനെ? ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരുകൾ ചേരണം. അതിനൊരു പേര് കണ്ടുവെക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരെ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു അനുഭവം പറയാം. ഉസ്താദെ, എൻ്റെ മകൾക്ക് ഞാനൊരു വെറൈറ്റി പേരായിട്ടിരിക്കണേ. എൻ്റെ മകൾക്ക് ഞാനൊരു വെറൈറ്റി പേരായിട്ട്, ഇതുവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല ഉസ്താദ്. അപ്പൊ എനിക്കൊരു അത്ഭുതം എന്താണെന്നറിയണം. ഞാൻ ചോദിച്ചു, എന്താ പേരെന്ന്? ഫാത്തിമ നിഫാസ്. നല്ല പേര്. എന്താ പേര്? ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ മകളുടെ പേര്. നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താപ്പാ? ഞാൻ പറഞ്ഞു, അടുത്തതിന് ഫാത്തിമ ഹൈലെന്നും കൂടി ഇടാൻ പറഞ്ഞു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു മനുഷ്യൻ തന്റെ മകൾക്കിട്ടിരിക്കുന്ന പേര് പ്രസവ രക്തമെന്ന്. അടുത്തത് ഹൈലെന്നും കൂട്ടാ പോരെ. എന്റെ ചിരിക്കൊന്നും വേണ്ട, നീയൊന്നും ഇട്ടിരിക്കണ പേര് നോക്ക്. നീയൊക്കെ എല്ലാം പേര് തിരഞ്ഞു നോക്ക്. മക്കൾക്ക് പേരിടണം. ഏത് പേരിടണം?
ഏത് പേരിടണം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല നല്ല പേരുകൾ മക്കൾക്കിടണം. ആ പേരിന്റെ ഗുണം എന്ന് ഉദാഹരണം പറഞ്ഞാൽ അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? മുഹമ്മദ് എന്നാണോ? അല്ല. ഇബ്രാഹിം എന്നാണോ? അല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ല എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. അബ്ദുല്ല എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. 2 പേര്, 4 പേര്. അബ്ദുർ റഹ്മാൻ എന്ന പേരുള്ളവരോ? അബ്ദുറഹ്മാൻ ഒറ്റയാള്, 2 പേര്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ല, അബ്ദുർ റഹ്മാൻ ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു, പേരിടുമ്പോ നല്ല പേരിടണം. പേരിടുന്ന സമയത്ത് നല്ല പേരിടണം. കാരണം എൻ്റെ പേര് സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്ക്. എൻ്റെ വാപ്പ എനിക്കിട്ട പേര്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പേര് സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്ക്. ഈ 33 കൊല്ലത്തിന്റെ ഇടയിൽ എത്ര ലക്ഷക്കണക്കിന് പേര് ദീനിന്റെ വിളക്കേ, ദീനിന്റെ വിളക്കേ എന്നെ വിളിച്ചിട്ടുണ്ട്. ഏതോ ഒരു മനുഷ്യന്റെ വിളി അല്ല കേട്ട് അതുകൊണ്ടാണ് എന്നെനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് പേരിടുമ്പോൾ നല്ല പേരിടണം. പേര് വേണോ? ഫേസ്ബുക്കിലൊന്നും നോക്കണ്ട, ഖുർആനിലുണ്ടോ എന്ന് നോക്കണം. മക്കൾക്ക് പേരിടുമ്പോ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹ് പേര് പറയുന്നുണ്ട്, ഇന്നാ അർസൽനാക ഷാഹിദ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബശ്ശിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഇ. എന്താ വെറൈറ്റി! മുഹമ്മദ് ദാഇ. എൻ്റെ പ്രിയമുള്ളവരെ, സിറാജ്, മുനീർ, ഇതൊക്കെ അല്ലാഹ് പറഞ്ഞ പേരാ. ഇതൊക്കെ നിനക്ക് പഴഞ്ചൻ, ഇതൊക്കെ നിനക്ക് പഴഞ്ചൻ. ചുമ്മാതല്ല ഇങ്ങോട്ട് വാടാന്ന് വിളിക്കുമ്പോ അങ്ങോട്ട് പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മക്കൾക്ക് പേരിടുമ്പോ നല്ല പേരിടണം. നല്ല പേര് അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. മുബശ്ശിർ ഇല്ലേ, നല്ല എന്താ മുഹമ്മദ് മുബശ്ശിർ, നല്ല പേര്. അർത്ഥം പോലും നോക്കണ്ട. എന്താ ഉസ്താദെ അർത്ഥം നോക്കണ്ട, ഖുർആനിലുണ്ട്. മുത്തി നബിയുടെ പേരാ മുഹമ്മദ് മുബശ്ശിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഇ. ഇതൊക്കെ സിറാജ് അതെന്റെ പേര്, അൽഹംദുലില്ലാ. പിന്നെന്താ പേര്? മുനീർ. എനിക്കാണെങ്കിൽ മുനീറ എന്ന് പറഞ്ഞ് പേരുള്ളൊരു പെണ്ണിനെ കെട്ടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്ക് അള്ളാഹ് തന്നത് സുമയ്യായി ആയപ്പോയി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു എൻ്റെ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. മുനീറ എന്ന് പേരുള്ളൊരു പെണ്ണിനെ കെട്ടണമെന്ന് ആഗ്രഹം. കാരണം എന്തേ? ഖുർആനി 3 സ്ഥലത്ത് എൻ്റെ പേരല്ല പറഞ്ഞിട്ടുണ്ട്. 3 സ്ഥലത്തും മുനീറ എന്നാ എൻ്റെ കൂടെ പറഞ്ഞത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ എന്താ, അള്ളാഹ് എനിക്ക് തന്ന ആരെയാ? സുമയ്യായ. കുഴപ്പമൊന്നുമില്ല, ഓള് ലൈവ് കാണുന്നുണ്ട്. ഫൈസല ലൈവ് ഉണ്ടോടാ? കുടുംബജീവിതം അടിയ ഉണ്ടാക്കിയേക്കരുത്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, മക്കൾക്ക് നല്ല പേരിടണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലതുപോലെ കേൾക്കണം. മോന്റെ പേരെന്താ? മുഹമ്മദ് ഹസൻ. അബൂബക്കർ, ഉമർ, ഉസ്മാന്, ഫാത്തിമ, ഖദീജ, ആയിഷ, എല്ലാരും മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. പക്ഷെ നീ എന്താ വിളിക്കണേ? ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവര്. മുഹമ്മദ് ഹസൻ എന്ന് തന്റെ പൊന്നുമകന് പേരിട്ടിട്ടുണ്ട്. എടാ നന്മയുള്ളവനെ, നന്മയുള്ളവനെ, നന്മയുള്ളവനെ. അല്ലാഹുവേ, 10 പ്രാവശ്യം വാപ്പ നന്മയുള്ളവനെ എന്ന് വിളിച്ചാൽ അവൻ നന്മയുള്ളവനാകും. നന്മയുള്ളവനെ എന്ന് പെറ്റതള്ള വിളിച്ചാ അവൻ നന്മയുള്ളവനാകും. പക്ഷേ നീ വിളിക്കുന്നത് എന്താണ്? മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. അല്ലാഹുവേ, ആയിഷ, ഖദീജ, ആമിന, ഫാത്തിമ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സിറാജ്, ബഷീർ, മുനീർ എന്നൊക്കെ. പക്ഷെ നീ വിളിക്കുന്ന എന്താ? മോനെ അക്കുവേ, മോനെ കുക്കുവേ, മോനെ വാവയെ. ഇതാ വിളിക്കണേ. ചുമ്മാതല്ല നിന്റെ മക്കളും നാൽക്കാലിയെ പോലെ ആയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉള്ളതല്ലേ പറഞ്ഞേ? നീ എന്തിനാ പേരിട്ടെ? എടാ മകനെ അബൂബക്കർ എന്ന് പേരിട്ട മോനെ അബൂബക്കർ എന്ന് വിളിക്കണം, മോനെ സിറാജ് എന്ന് വിളിക്കണം, സുൽഫി എന്ന് വിളിക്കണം. എന്ത് പേരിട്ടാ പേര് വിളിക്കണം. എന്തിനാ നീട്ടത്? പേപ്പർ എഴുതാനോ? നീയല്ലേ തള്ള. നിന്റെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടല്ലോ. നീ നിന്റെ മകനോ മകൾക്കോ വേണ്ടി ദുആ ചെയ്ത് അല്ലാഹ് സ്വീകരിക്കുമല്ലോ. നീ ഖദീജ എന്ന് പേരിട്ടിട്ട് മോളെ അക്കുവേ. ചുമ്മാ അല്ല തലതിരിഞ്ഞ് കണ്ടവന്റെ കൂടെ ഓടുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉള്ളതല്ലേ പറഞ്ഞേ? ഉള്ളതാണോ പറഞ്ഞേ? ഈ കൂട്ടത്തിൽ സ്വന്തം മക്കളുടെ പേര് വിളിക്കുന്ന വാപ്പമാരും ഉമ്മമാരും ഒന്ന് കൈപൊക്കിക്ക്. സ്വന്തം വാവ, വാവ ഒന്ന് പെറ്റി 2 മക്കളായി. ഇപ്പഴാ വാവ അല്ലേ?
എന്താ തന്നെ ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, ചിരിക്കരുത്, ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, ചിന്തിക്കാനാ പറഞ്ഞത്. സ്വന്തം മക്കൾക്ക് നീ അബൂബക്കർ എന്ന് പേരിട്ടാൽ അബൂബക്കർ എന്ന് വിളിക്കണം. മോനേന്ന് വിളിക്കണ്ടെന്ന് ഞാൻ പറയണില്ല, വാവേന്ന് വിളിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. അത് സ്നേഹം കൂടുമ്പോ യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ എന്ന് വിളിച്ചതായിട്ട് ഖുർആനിൽ കാണാം. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമകനെ യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല ചരിത്രം എടുത്തു നോക്ക്, അവിടെയൊക്കെ അങ്ങനെ വിളിക്കുക. അത് സ്നേഹം കൂടുമ്പോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് പരിപൂർണമായി വിളിക്കണം. കാരണം ആ പേരിന്റെ അർത്ഥം നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മക്കളുടെ പേര് വിളിക്കുമെന്ന് നിയത്ത് ചെയ്യുന്ന ഉപ്പായും ഉമ്മായും കൈവക്കിക്ക്. അത് വയതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് പ്രയോജനമുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവിടെ നിർത്തുകയാ. ഇത്രയും നേരം പെണ്ണ് കെട്ടാൻ പോകുന്നവരുടെ കഥയാ പറഞ്ഞത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി പെണ്ണ് കെട്ടിയവർക്ക് എന്തെങ്കിലും പറയണമല്ലോ. കിളവനും കിളവിയൊക്കെ ഇരിപ്പുണ്ടല്ലോ, പ്രായമുള്ള ഉമ്മായൊക്കെ ഇരിപ്പുണ്ടല്ലോ, എന്തെങ്കിലും പറയണമല്ലോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എങ്ങനെയാകണമെന്നറിയുമോ? നിങ്ങൾ എങ്ങനെയാകണം? എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് അള്ളാഹു നിങ്ങൾക്കെല്ലാം നമുക്കെല്ലാം അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്താക്കി തരുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ. അള്ളാഹു നിങ്ങളുടെയൊക്കെ ഭാര്യമാരെ സാലിഹത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെ സാലിഹായ ഭർത്താക്കന്മാരാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്ക്. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ. പെണ്ണുമ്പുള്ള കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചോദിക്കുക, എന്തേ പൊക്കാത്തേ? പലരും കൈവക്കാത്ത എന്തെന്നറിയോ? ഉസ്താദെ, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, ഇനി സ്വർഗത്തിലുണ്ടോന്നാ. ഇവൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും. നിങ്ങളൊന്ന് കൈവക്കിക്ക്. ഇവിടത്തെ ഇക്കായ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള താത്താമാര്. കാരണം എന്തേ? അതാ അവസ്ഥ. പണ്ട് ഗൾഫിൽ നിന്ന് ഭർത്താവ് നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഭാര്യ എന്തൊരു ആഘോഷം, കുളിച്ചൊരുങ്ങി എയർപോർട്ടിൽ പോയി നിൽക്കും. ഇപ്പോഴേ ഭർത്താവ് പറയും, അമിന ഞാൻ നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴേ ദ്വായ, അള്ളാഹുവേ വിസ കിട്ടല്ലേ, പഠിച്ചോനെ ടിക്കറ്റ് കിട്ടല്ലേ അള്ളാഹ്. ഇതാ അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എടാ, കല്യാണം കഴിഞ്ഞ പയ്യൻ 1 മാസമേ ആയുള്ളൂ, റോഡിൽ നിൽക്കുന്ന 10 മണിയായി, വീട്ടിൽ പോകുന്നില്ലേടാ, പെണ്ണുമ്പിള്ള ഉറങ്ങട്ടെ ഉസ്താദ്. ഇതാവസ്ഥ. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണിപ്പാ. കാരണം എന്തേ? എല്ലാവരും ചോദിക്കാറല്ലോ, എന്തിനാ ഉസ്താദെ പെണ്ണ് കിട്ടുന്നത് ഇല്ലേ? ഈ പെൺകുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ആൺകുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ഉസ്താദ് ഈ ഒറ്റയ്ക്കുള്ള ജീവിതം എന്ത് എൻജോയ് ചെയ്യാ, ചോദിക്കാനും പറയാനും ആരുമില്ല, അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കാലോ, എന്തിനാ ഉസ്താദ് പെണ്ണ് കിട്ടുന്നത്? അറിയൂ എന്തിനാ പെണ്ണ് കിട്ടുന്നത്? എന്തിനാ പെണ്ണ് കിട്ടുന്നത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും വസുവാജ ലിതസ്കുനു ഇലൈഹ. പെണ്ണ് കിട്ടിയ സമാധാനം കിട്ടുമെന്നാ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പെണ്ണ് കിട്ടിയ എന്ത് കിട്ടും? പെണ്ണ് കിട്ടിയ എന്ത് കിട്ടും? കല്യാണം കഴിച്ച എന്ത് കിട്ടും? സമാധാനം. എന്ത് കിട്ടും? സമാധാനം. ഉസ്താദെ, കെട്ടിയ അന്ന് മുതലായി ഇത് പോയത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന്. ഇപ്പൊ ഉള്ള അള്ളാഹ് ഉസ്താദ് എന്താ ഇങ്ങനെ പറയണേ? എന്നാണോ ഞാൻ ഇവളുടെ കഴുത്തിൽ കാലിയിട്ട് അന്നത്തോടു കൂടി എന്റെ സമാധാനം പോയത്. അത് നിന്റെ കുഴപ്പമാ, ഖുർആന്റെ കുഴപ്പമല്ല. നീ ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ഇത്തിരി വാശിയും വൈരാഗ്യമൊക്കെ കളയണം. വാശിയും വൈരാഗ്യമൊക്കെ കളയണം. ചില ആണുങ്ങൾക്ക് ചില ദുസ്വഭാവങ്ങളുണ്ട്, പെണ്ണുങ്ങൾക്കും ചില ദുസ്വഭാവങ്ങളുണ്ട്. അതുപോലെ പാരമ്പര്യമായിട്ട് ചില സ്വഭാവങ്ങളുണ്ട്. അത് മാറ്റാൻ ആരെക്കൊണ്ടും പറ്റൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉദാഹരണം പറഞ്ഞാൽ പെണ്ണ് കെട്ടുന്ന ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ആഗ്രഹമാണ് തൻ്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്തണം. ആഗ്രഹമല്ലേ? ലേപ്പാ, ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയ്ക്കപ്പുറം എൻ്റെ ഭാര്യ ചാടാൻ പാടില്ല. അത്രയ്ക്കും തൻ്റെ ഭാര്യ ഞാൻ പറയുന്നതിനപ്പുറം ചാടാൻ പാടില്ല. ഇതൊരു ആണിൻ്റെ ആഗ്രഹമാണ്. മോനെ, അത് ആഗ്രഹം മാത്രമാ, ഒരു കാലത്തും നിന്നെ കൊണ്ട് പറ്റൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാണിനും തൻ്റെ ഭാര്യ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല. കാരണം എന്തേ? അള്ളാഹു ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്നാണ് അള്ളാഹു ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. കൂടുതൽ വളച്ചാലും ഒടിയും, കൂടുതൽ നൂത്താലും ഒടിയും. അതുകൊണ്ട് വളയ്ക്കേം വേണ്ട, നൂക്കേം വേണ്ട.
മധ്യമായ രീതിയിൽ കൊണ്ടുപോകണം. അതിനാ കുടുംബജീവിതം എന്ന് പറയുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പെണ്ണുങ്ങൾക്ക് ചില ഗുണമുണ്ട്. ഒരെണ്ണം പറയട്ടെ. ആണുങ്ങളുടെ കാര്യം പറഞ്ഞു, ഇനി പെണ്ണുങ്ങളുടെ ഒരു കാര്യം. ഭർത്താവിന്റെ വീട്ടുകാരെ അധികം പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല, എന്നാൽ അവരുടെ വീട്ടുകാരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇല്ലേ? ഉള്ളതാണോ സംഗതി? ഉള്ളതല്ലേ? ഇവിടെ എങ്ങനെ പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ തന്നെയാണോ? അത് എങ്ങനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്, അങ്ങോട്ടാണോ കൊണ്ടുപോകണം? ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പെണ്ണ് കരയും. കാരണം എന്തേ? ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകുന്നത് കാരണം പെണ്ണ് കരയും. ചില സ്ഥലങ്ങളിൽ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് കരയും. കാരണം ഓന അവിടെ നിന്നെല്ലാം കളഞ്ഞ് പെണ്ണുമ്പിള്ളയുടെ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ശരി, അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് ജീവിക്കും. കുടുംബജീവിതത്തിൽ വിട്ട് അതുപോലെ മനോഹരമായ വേറെ ഒന്നുമില്ല. ഏറ്റവും മനോഹരമായ വേറെ ഒന്നും ലോകത്തില്ല. കുടുംബജീവിതം പോലെ സന്തോഷമുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറ, ഞാൻ അംഗീകരിക്കാം. ഏതെങ്കിലും സന്തോഷമോ സമാധാനം വേറെ ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി അലിഹിസ്സലാം അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. ആദം നബി അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നപ്പോ ആദം നബിയുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. സ്വർഗത്തിലാണ് നടക്കുന്നത്. ആദം നബിയുടെ മുഖത്ത് സന്തോഷമില്ലാതെ വന്നപ്പോ അള്ളാഹു ചോദിച്ചു, എന്തേ ആദമേ നിനക്കൊരു സന്തോഷം ഇല്ലാത്തത്? ആദം നബി പറഞ്ഞെന്തെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നു മടുത്തു പടച്ചവനെ. പറഞ്ഞേ, അള്ളാന്റെ സ്വർഗത്തിലൂടെ ആദം നബി നടക്കുമ്പോ ആദം നബിയോട് അള്ളാഹ് ചോദിച്ചു, എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അള്ളാഹുവെ, ഒറ്റയ്ക്ക് നടന്നു മടുത്തു പടച്ചവനെ. ആദം നബിക്ക് അള്ളാഹു ഒരു ഭാര്യയെ കൊടുത്തപ്പോഴാണ് ആദം നബിക്ക് സന്തോഷം കിട്ടിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, സാദേ വിവാഹം കഴിഞ്ഞല്ലോ, ഇത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിന്റെ പൊരുത്തമാണ് നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ആകവഴി. നിനക്ക് സ്വർഗത്തിൽ കടക്കണോ? നിന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ നിനക്ക് കടക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭർത്താവിന്റെ അനുവാദമില്ലാതെ പെണ്ണുങ്ങൾ പുറത്തു പോകുന്ന കാലമാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം പറയാ. ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ, യാത്ര പോകുന്ന ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും വാങ്ങിക്കൊടുത്തു. അവസാനം പടച്ചവനെ യാത്രക്കിറങ്ങുമ്പോ ഭാര്യയോട് പറഞ്ഞു, നീ എന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങരുത്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എന്റെ അനുവാദമില്ലാതെ നീ വീടിന്റെ പുറത്തിറങ്ങരുത്. ഭർത്താവ് യാത്രയ്ക്ക് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞു, ഈ പെണ്ണിന്റെ വാപ്പ പെട്ടെന്ന് രോഗം വ്യാപി. ഈ പെണ്ണിന്റെ വാപ്പയ്ക്ക് പെട്ടെന്ന് രോഗം പിടിച്ചു. ആ സമയത്ത് ഉപ്പ രോഗിയായി കിടക്കുകയാ. മകൾക്ക്